പ്രിയ സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 9, 11 തീയതികളിൽ നടക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ 18 വയസ്സ് പൂർത്തിയായി ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ 5 വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിലൊരിക്കൽ മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാറുള്ളൂ. ഒരു പോളിംഗ് സ്റ്റേഷനിൽ ചെന്നാൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിംഗ് പ്രോസസ് അതെങ്ങനെയാണ് കംപ്ലീറ്റ് ആകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പോളിംഗ് സ്റ്റേഷനകത്ത് നടക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ കാർഡുകളിൽ ഏതെങ്കിലും ഒന്നാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായും നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, അതുപോലെ നിങ്ങളുടെ പേരും വിലാസവും സൂചിപ്പിക്കുന്ന ഒരു സ്ലിപ്പും നിങ്ങളുടെ കയ്യിലുണ്ടായാൽ വളരെ നല്ലതാണ്. പല വീടുകളിലും ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള സ്ലിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ പോളിംഗ് ദിവസം ഇതിനായി രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ച് അത്തരത്തിലുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്യും. ആ സ്ലിപ്പും നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡും ആയി നിങ്ങൾ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിങ്ങൾ ക്യൂ നിൽക്കുക. നിങ്ങളുടെ ഊഴമെത്തുമ്പോൾ നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക്, ബൂത്തിലേക്ക് കടക്കുകയും നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡും അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്ലിപ്പും ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ഏൽപ്പിക്കുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടുപിടിക്കുകയും നിങ്ങളുടെ പേര് ബൂത്തിൽ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുകയും ചെയ്യും. നിങ്ങൾ കൊണ്ടുവന്ന തിരിച്ചറിയൽ കാർഡും ആ കാർഡിലെ വ്യക്തിയും നിങ്ങളും ഒന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്ന ഡ്യൂട്ടി ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ്. അങ്ങനെ നിങ്ങളാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ രണ്ടാം പോളിംഗ് ഓഫീസർ അടുത്തേക്ക് വിടും. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നിങ്ങൾ നീങ്ങും. അദ്ദേഹം നിങ്ങളുടെ കൈവിരലിൽ മഷി പുരട്ടുകയും ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് തരികയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് നീങ്ങുന്നു. ആ സ്ലിപ്പ് നിങ്ങളിൽ നിന്ന് അവർ വാങ്ങുകയും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെ 3 ബാലറ്റ് യൂണിറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. ഒന്ന് ഗ്രാമപഞ്ചായത്ത്, രണ്ടാമത്തേത് ബ്ലോക്ക് പഞ്ചായത്ത്, മൂന്നാമത്തേത് ജില്ലാ പഞ്ചായത്ത്. ആദ്യത്തേത് ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാവരുടെയും, ആ വാർഡിൽ മത്സരിക്കുന്ന എല്ലാവരുടെയും പേര് അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അവരുടെ ചിഹ്നങ്ങളും ഉണ്ടാവും. നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരിന് നേരെ, ചിഹ്നത്തിന് നേരെ ഒരു ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ അമർത്തി പ്രസ് ചെയ്യുക, അമർത്തുക. അപ്പോൾ ഒരു ചെറിയ ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് ശ്രദ്ധിക്കുക. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉണ്ടാകും. അവരുടെ പേരും അവരുടെ ചിഹ്നങ്ങളും ഉണ്ടാകും. നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ, ചിഹ്നത്തിന് നേരെ ഉള്ള ബട്ടണിൽ അമർത്തുക. ചെറിയൊരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതും കഴിഞ്ഞാൽ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്
ഉണ്ടായിരിക്കും. നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനു നേരെ, ആ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ അമർത്തുക. അത് അമർത്തിക്കഴിഞ്ഞാൽ ലോങ് ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതോടുകൂടി നിങ്ങളുടെ 3 വോട്ടുകളും രേഖപ്പെടുത്തിയതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കങ്ങനെ ആ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് പോരുകയും ചെയ്യാം. നിങ്ങൾ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ചെയ്യാനുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും 1 or 2 സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന് ശേഷം അവസാനത്തെ ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും അവസാനത്തിലുള്ള ചുവപ്പ് നിറത്തിലുള്ള എൻഡ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ഇതിൽ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോളിംഗ് ഓഫീസേഴ്സിനോട് ചോദിക്കാം. അവരത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് സമയം. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സമ്മതിദാനം വിനിയോഗിക്കുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയ, ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരും, ഈ മതേതര ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.